സർക്കാർ സഹായമുണ്ടെങ്കിൽ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. പ്രിയദർശിനി പദ്ധതി തുടങ്ങിയതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം 50% കുറഞ്ഞുവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ UTVയോട് പറഞ്ഞു. പ്രതിസന്ധി ഇതേപടി തുടർന്നാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല തകർന്നു തരിപ്പണമാവുമെന്നും ടി ഗോപിനാഥൻ പറഞ്ഞു. 1000 രൂപ മുതൽ 4000 രൂപ വരെ ആണ് ഓരോ റൂട്ടുകളിലും ബസ്സുകളുടെ കളക്ഷനിൽ ഉണ്ടായിട്ടുള്ള കുറവ്. പ്രധാനമായിട്ടും തൃശ്ശൂർ പാലക്കാട്, തൃശ്ശൂർ ഗോവിന്ദാപുരം, പാലക്കാട് കോഴിക്കോട്, അതുമാതിരി തന്നെ കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലാണ് കൂടുതൽ ഇത് ബാധകമായിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് 15 വർഷക്കാലം കഴിഞ്ഞു. ബസ്സുകളിൽ കയറുന്നവർ വിദ്യാർത്ഥികളും പുറമെ സ്ത്രീകളുമാണ്. സ്ത്രീകളെ പരിപൂർണമായും സൗജന്യ യാത്ര എന്നറിയുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഒഴിവാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികളെ മാത്രം വെച്ചുകൊണ്ട് ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയില്ല. ഈ വിവരം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. എന്നാലും ഈ 19-ാം തീയതിയിലത്തെ ബഡ്ജറ്റിൽ സ്വകാര്യ ബസ്സുകൾ സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ എന്നേക്കും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്താൻ പോകുന്നത്. കേവലം KSRTC ഓടുന്ന റൂട്ടുകളിൽ മാത്രം പോരാ, സംസ്ഥാനത്തെ മുഴുവൻ റൂട്ടുകളിലും ഇത് പ്രായോഗികമാക്കണമെങ്കിൽ സ്വകാര്യ ബസ്സുകളിൽ കൂടി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ സർക്കാർ KSRTCക്ക് ചെയ്യുന്നതുപോലെയുള്ള റീഫണ്ട് സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളും ചെയ്യുന്ന സേവനങ്ങളും KSRTC ചെയ്യുന്ന സേവനങ്ങളും ഏതാണ്ട് ഒരേ മാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരേ റൂട്ടിലൂടെ ഒരു വിഭാഗം ബസ്സുകളിൽ സൗജന്യമായിട്ടും മറ്റൊരു വിഭാഗം ബസ്സുകളിൽ കാശ് വാങ്ങിയും ഓടിക്കേണ്ട സ്ഥിതി വന്നാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഫ്രീ ബസ്സിലേക്ക് മാറാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ വ്യവസായം നിലനിർത്താൻ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ് വ്യവസായം നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ ആവശ്യമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ബഡ്ജറ്റ്, നാളത്തെ 19-ാം തീയതിയിലത്തെ ബഡ്ജറ്റിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൽ എന്തെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്ന പ്രഖ്യാപനങ്ങൾ സംസ്ഥാന ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ബസ് ഉടമകൾ. UTV ന്യൂസ്, പാലക്കാട്.